പരാജയ ഭീതിയെ തുടർന്ന് ക്രോസ് വോട്ടിംഗ് ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ KPCC യോഗത്തിൽ തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും തുറന്നടിച്ച് കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കെടുകാര്യസ്ഥത ഉണ്ടായി എന്ന് മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നു. മുൻ MP TN പ്രതാപനെയും DCC പ്രസിഡന്റ് ജോസ് വെള്ളൂരിനെയും പേരെടുത്ത് വിമർശിച്ചായിരുന്നു മുരളീധരൻ പ്രതികരിച്ചത്. ചില നേതാക്കൾക്ക് പണത്തോട് ആർത്തിയാണെന്നും തിരഞ്ഞെടുപ്പ് ചെലവ് ഇരട്ടിയായത് ഇത് കാരണമാണെന്നും അദ്ദേഹം വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലാണ് മുരളീധരൻ ശക്തമായി വിമർശനം ഉന്നയിച്ചത്. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പല കെടുകാര്യസ്ഥതയും ഉണ്ടായി. പ്രതാപന്റെയും ജോസ് വെള്ളൂരിന്റെയും ഭാഗത്തു നിന്ന് വീഴ്ചകൾ സംഭവിച്ചു. ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഭാരിച്ച ചെലവുണ്ടായെന്നും മുരളീധരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെലവുകളും കണക്കുകളും അതാത് മണ്ഡലങ്ങളിലെ DCC പ്രസിഡന്റുമാർ അവതരിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് യോഗത്തിൽ നടന്നത്. ഇതിനിടെയായിരുന്നു കെ മുരളീധരന്റെ രൂക്ഷ വിമർശനം. തൃശൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MP പ്രതാപൻ തന്നെയായിരുന്നു കോൺഗ്രസ് നേതൃത്വം നിശ്ചയിച്ചിരുന്നുവെങ്കിലും പത്മജ പാർട്ടി വിട്ടതോടെ തീരുമാനം മാറുകയായിരുന്നു. തുടർന്ന് പ്രതാപന്റെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുകയും ആ സ്ഥാനത്ത് കെ മുരളീധരൻ വരികയും ചെയ്തു. ഇതിൽ പരാതിയില്ലെന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പ്രതാപൻ സജീവമായിരുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നുവെന്നാണ് മുരളീധരന്റെ വിമർശനം ചൂണ്ടിക്കാട്ടുന്നത്. തൃശൂരിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ സാമ്പത്തിക കെടുകാര്യസ്ഥതയെക്കുറിച്ച് നേരത്തെ പത്മജ വേണുഗോപാൽ വെളിപ്പെടുത്തിയിരുന്നു. കെ മുരളീധരൻ തൃശൂരിൽ മത്സരിക്കുന്നത് അദ്ദേഹത്തിന് തന്നെ വിനയാകുമെന്നും സഹോദരി കൂടിയായ പത്മജ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം മുരളീധരൻ ഉയർത്തിയ വിമർശനം പത്മജയുടെ ആരോപണങ്ങൾക്ക് ശരിവെക്കുന്നതാണ്. കോൺഗ്രസ് ഒരു പ്രയോജനവുമില്ലാത്ത വ്യക്തിയാണ് കെ മുരളീധരന്. അധികാരം മാത്രം മോഹിച്ചിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഭാവിയിൽ മുഖ്യമന്ത്രി കസേര കിട്ടും എന്ന് വിശ്വസിച്ച് ഇനി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കില്ല എന്ന് തന്നെയാണ് മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ കെ മുരളീധരൻ മുഖ്യമന്ത്രി കസേര കൊടുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.